ഫാറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യ സഖ്യത്തിന് വീണ്ടും 8ന്റെ പണി കിട്ടിയ അവസ്ഥയാണ്. കശ്മീർ ഇന്ത്യ സഖ്യത്തിന് വൻ തിരിച്ചടി കിട്ടി എന്നു തന്നെ പറയാം. ആം ആദ്മി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനും ശേഷം ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു സുപ്രധാന പാർട്ടി കൂടിയാണ് സഖ്യം വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷ സഖ്യത്തിന് ഫാറൂഖ് അബ്ദുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. വേഗത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് സഖ്യത്തിന്റെ വിജയസാധ്യതയെയും കെട്ടുറപ്പിനെയും ബാധിക്കുമെന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത്. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെ കാരണം നാഷണൽ കോൺഫറൻസ് നേതാവ് വെളിപ്പെടുത്തിയിട്ടില്ല. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ കോൺഫറൻസ് മത്സരിക്കുമെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി യാതൊരു സഖ്യവുമില്ലെന്നും ഫാറൂഖ് അബ്ദുള്ള പറയുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് അടക്കമുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ് അബ്ദുള്ളയുടെ ഈ പരാമർശം. നാഷണൽ കോൺഫറൻസ് സ്വന്തം കരുത്തിലാണ് മത്സരിക്കുന്നത്. ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. കൂടുതൽ ചോദ്യങ്ങളും ഇതിൽ ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിനായി ഏറ്റവും അധികം വാദിച്ച നേതാവാണ് ഫാറൂഖ് അബ്ദുള്ള. സഖ്യത്തിന്റെ എല്ലാ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നേതാക്കളെ അടക്കം ഞെട്ടിച്ചിരിക്കുന്നത്. സീറ്റ് വിഭജനം വൈകുന്നതാണ് കാരണമെന്നാണ് സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണമായി പറയുന്നത്. അതേസമയം ഭാവിയിൽ NDAയുടെ ഭാഗമായേക്കുമെന്ന സൂചനയും ഫാറൂഖ് അബ്ദുള്ള നൽകിയിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ ഭാഗമായിരുന്നു നാഷണൽ കോൺഫറൻസ്. ഇന്ത്യ സഖ്യവുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടതായും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേക സഖ്യമുണ്ടാക്കാൻ നോക്കുമെന്നും വേഗത്തിൽ സഖ്യ ചർച്ചകൾ പൂർത്തിയാക്കണമെന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം ജമ്മു കശ്മീരിൽ നിരവധി നാഷണൽ കോൺഫറൻസ് നേതാക്കൾ BJPയിൽ ചേർന്നിരുന്നു. ഇതെല്ലാം ഫാറൂഖ് അബ്ദുള്ളയുടെ നിലപാട് മാറ്റത്തിലുണ്ട്. നേരത്തെ ജമ്മു കശ്മീർ ക്രിക്കറ്റ് അസോസിയേഷനിലെ സാമ്പത്തിക തിരിമറിയിൽ ED ഫാറൂഖ് അബ്ദുള്ളയോട് ചോദ്യം ചെയ്യാനായി ഹാജരാവാൻ പറഞ്ഞിരുന്നു. എന്നാൽ സ്ഥലത്തില്ലാത്തതിനാൽ ഹാജരാവാനാവില്ലെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. അതേസമയം പഞ്ചാബിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ദിവസങ്ങൾക്ക് മുൻപ് അറിയിച്ചതും ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായിരുന്നു. സംസ്ഥാനത്തെ 13 സീറ്റുകളിലേക്ക് 40 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക തയ്യാറാക്കിയതായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇന്ത്യ സഖ്യ രൂപീകരണം മുതൽ തന്നെ AAP കോൺഗ്രസ് നേതൃത്വങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി അധികാരത്തിലുള്ള ഡൽഹിയിലെയും പഞ്ചാബിലെയും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് സഖ്യത്തിൽ താൽപ്പര്യമുണ്ടായിരുന്നില്ല. നേരത്തെ പ്രാദേശിക നേതൃത്വങ്ങളുടെ എതിർപ്പുകളെ തുടർന്ന് ഡൽഹി ഓർഡിനൻസ് ബില്ലിൽ അവസാന നിമിഷമാണ് കോൺഗ്രസ് നേതൃത്വം AAPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ സഖ്യത്തിനുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ പുറത്തേക്ക് വരുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് നേരത്തെ മമതാ ബാനർജിയും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആം ആദ്മിയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പഞ്ചാബിനും ബംഗാളിനും പുറമെ ഉത്തർപ്രദേശിലും തർക്കം നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടി സഖ്യം ഉപേക്ഷിച്ച് ജയന്ത് ചൗധരിയുടെ RLD BJPയുമായി കൈകോർക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ബീഹാറിൽ JDUവിനെ NDAയിൽ എത്തിച്ചതിന് പിന്നാലെയായിരുന്നു BJPയുടെ ഈ നീക്കം. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യ സഖ്യം ചിതറിത്തെറിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.